ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പോലീസ്. സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു. ബലാത്സംഗത്തിന് പിന്നാലെ പരാതിക്കാരി മാനസിക സംഘർഷത്തിന് ചികിത്സ തേടിയതിന്റെ തെളിവുകളും കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിള തിയേറ്ററിൽ നടന്ന സിനിമാ പ്രിവ്യൂവിന് ശേഷം 2016 ജനുവരിയിൽ പരാതിയിൽ പറയുന്ന മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചിരുന്നുവെന്നതിന്റെ രേഖകൾ പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. മസ്കറ്റ് ഹോട്ടലിലെ 101D എന്ന മുറിയിൽ താമസിച്ചതിന്റെ രേഖകൾ ഹോട്ടലിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ജനുവരി 27 രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് 5 മണിവരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നും തെളിഞ്ഞു. ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്ന യുവനടിയുടെ മൊഴി ശരിവെക്കുന്ന ഹോട്ടൽ ബില്ലും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്തവർ നൽകിയ മൊഴികളും നിലവിൽ നിർണായകമായി. ബലാത്സംഗം നടന്ന് 1 വർഷത്തിനു ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം ശരിവെച്ചു. ഇനി യുവതി ഇതേ ഹോട്ടലിൽ സന്ദർശകയായി എത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുമോ എന്നതാണ് പോലീസ് നോക്കുന്നത്. ഇത് ലഭിച്ചാലുടൻ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കാനും കുറ്റപത്രം സമർപ്പിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.